മുതിർന്ന നേതാവ് ജി സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പും ഒപ്പം തന്നെ തനിക്ക് വേണ്ടത്ര ബഹുമാനം തന്നില്ല, തന്നെ പരിഹസിക്കുന്നു എന്ന തരത്തിൽ ജീവിതത്തിന്റെ വിശ്രമകാലത്തിലും അധികാരമില്ലാത്തതിന്റെ അസഹിഷ്ണുത അദ്ദേഹം പലതരത്തിൽ പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തോട് മുൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ശംഖുമുഖം വേദിയിൽ വെച്ചിട്ട് പാർട്ടിയുടെ വിഭാഗീയത കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിൽ ഒരു ഉറുദു കഥ പാർട്ടി അണികളോട് പറഞ്ഞിരുന്നു. ആ കഥ ജി സുധാകരന് വേണ്ടി ഒരിക്കൽ കൂടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കടലിന്റെ അലയടി നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അത് സംബന്ധിച്ച് നേരത്തെ ഒരു ഉറുദു കവിത ഉണ്ടായിരുന്നു. അതിൽ ഒരു കുട്ടി കടൽ കാണാൻ ചെന്നതാണ്. അപ്പോൾ തിരയിങ്ങനെ ആർത്തലച്ചടിക്കുകയാണ്. നമ്മൾ ഇതേ മട്ട് തന്നെ, ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ, അങ്ങനെ ആർത്തലച്ച് വരികയാണ്. അപ്പോൾ കുട്ടിക്ക് നല്ല ഹരായി, ഇതിങ്ങനെ അടിച്ചു വരികയല്ലേ തിര. കുട്ടി വേഗം പോയി ഒരു ബക്കറ്റ് എടുത്തു കൊണ്ടുവന്നു, ഇതിൽ ഇങ്ങ് കോരി വെള്ളം എടുത്തു കൊണ്ടുവച്ച് അതിങ്ങനെ നോക്കിക്കൊണ്ടുവന്നു. അടിക്കുന്നില്ല, ഇത് തിര വരുന്നില്ല. അപ്പോൾ കുട്ടി പറഞ്ഞു, എന്താ വെള്ളമേ നീ അടിക്കാത്തത്, നീ എന്താ തിരയാകാത്തത്, നീ എന്താണ് ആർത്തലച്ച് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ വലിയ വിഷമായി. പിന്നെ കുട്ടി കരച്ചിലായി, വല്ലാത്ത പ്രയാസമായി. അപ്പോൾ ആ വെള്ളത്തിനൊരു ദയ തോന്നി. വെള്ളം പറഞ്ഞു, അല്ലയോ കുട്ടി, ഞാൻ സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തിരയാകാൻ പറ്റൂ. അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് എന്ന്. അതുപോലെ എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാ ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്നത് മനസ്സിലാക്കുക. തിരയടിക്കുന്നത് സമുദ്രത്തിന്റെ മാർത്തട്ടിൽ കിടക്കുമ്പോഴാണ്, അല്ലാതെ കടലിലെ വെള്ളമെടുത്ത് ബക്കറ്റിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഞാനായിരുന്നു ഈ കടലിലെ വലിയ തിരയെന്നും ഞാനാണ് അതിലെ ഏറ്റവും വലിയ ആവേശമായിരുന്നു എന്ന് കരുതുന്നുണ്ടെങ്കിൽ, മുൻപ് ഇതേ ചിന്താഗതിയിൽ പുറത്തുപോയ എം വി രാഘവനും ഗൗരി അമ്മയൊക്കെ എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് കാലം അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ചെങ്കൊടി പുതപ്പിക്കേണ്ട സാഹചര്യം വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ വലിയ മോഹന വാഗ്ദാനങ്ങൾ കിട്ടുമ്പോൾ ആ മോഹന വാഗ്ദാനങ്ങളിൽ ഭ്രമിച്ച് ജി സുധാകരൻ എന്ന വ്യക്തിയെ ഇന്ന് കാണുന്ന ജി സുധാകരനാക്കി മാറ്റിയ പ്രസ്ഥാനത്തെ തള്ളിപ്പറയുകയും അതിലുള്ളവരെ അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണെന്നുള്ള ആ സ്വയം ധാരണയുണ്ടല്ലോ, അത് തന്നെ ഒരു സഖാവിന് ചേർന്ന പ്രവൃത്തിയല്ല. ഒരു സഖാവ് എന്നാൽ അങ്ങനെ ആത്മരതി അടഞ്ഞ് ജീവിക്കേണ്ട വ്യക്തിയല്ല. ഞാനാണ് ഈ പ്രസ്ഥാനമെന്നും എനിക്ക് ശേഷം പ്രളയമാണെന്നും എല്ലാ കാലത്തും എന്നെ ആ രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് പറയുന്നത് അത് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ടാണ്. ഓരോ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിന്റെ യുവരക്തങ്ങളാകണം ഈ പ്രസ്ഥാനത്തെ നയിക്കേണ്ടത്. അവരാകണം ഇതിൻ്റെ നാഡീഞരമ്പുകൾ, അവർക്കാകണം അവസരങ്ങൾ കിട്ടേണ്ടത്. കോൺഗ്രസ് രാഷ്ട്രീയം പോലെ ഏതെങ്കിലും ഒരു കസേര കിട്ടിക്കഴിഞ്ഞാൽ അതിലിരുന്ന് മരിക്കാം, അതിനുശേഷം കുടുംബത്തിന് കൈമാറാം എന്നുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും സഖാക്കളുടെയും എല്ലാം മനോഭാവം. ജി സുധാകരൻ എന്ന സഖാവിന് കിട്ടിയതുപോലെയുള്ള പരിഗണന ഒരുപക്ഷെ ഈ പാർട്ടിയിൽ നിന്ന് ഒരംശം പോലും കിട്ടാത്ത നിരവധി പേരുണ്ട്. എല്ലാ കാലത്തും എനിക്ക് തന്നെ അത് കിട്ടിക്കൊള്ളണം, എന്നെ തന്നെ പരിഗണിച്ചോളണം, ഒരു ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം ഞാൻ എന്നതിന് താഴെ എല്ലാവരും ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരുതരം അവനവനിസമാണ്. ഞാൻ 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 എന്ന ചിന്ത, ആ ഞാൻ എന്ന ചിന്തയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒപ്പം തന്നെ പുതിയ കാലത്ത് നയിക്കുന്നവരുടെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും തിരുത്തി അവരോടൊപ്പം ധാർഷ്ട്യവും മുൻചുണ്ടിയുമില്ലാതെ സഹകരിച്ചാൽ എല്ലാവരും ഒപ്പമുണ്ടാകും. അല്ലെങ്കിൽ ഒറ്റപ്പെടൽ സ്വാഭാവികം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ ഇതുപോലുള്ള ചില ഓഫറുകൾ വരും. അത് കേട്ട് ഭ്രമിച്ചതിന് ശേഷവും ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്നൊക്കെ കരുതിക്കൊണ്ട് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ മുന്നേ നടന്നുപോയ പലരും പിന്നീട് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം സ്വന്തമായിട്ടുള്ള മനോഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഹുങ്കില്ലാത്ത മനുഷ്യനായി ജീവിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ചുറ്റിനും എല്ലാവരും കാണും. ആദരവും ബഹുമാനവും പിടിച്ചു വാങ്ങേണ്ടതല്ല, എല്ലാ മനുഷ്യരും അറിഞ്ഞു നൽകേണ്ടതാണ്. ആ അറിഞ്ഞു നൽകണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് തിരിച്ചും മറ്റുള്ളവർക്ക് അത് ലഭിക്കണം. അത് ലഭിച്ചാലേ തിരിച്ചു കിട്ടുന്ന കാലമുള്ളൂ. അല്ലാതെ പഴയതുപോലെ എന്നെ എല്ലാവരും ബഹുമാനിച്ചോളണം, എന്നെ എടുത്ത് മുന്നിൽ നിർത്തിക്കൊള്ളണമെന്നൊക്കെ വാശി പിടിക്കുകയും
ഞാൻ മാത്രമാണ് എന്ന ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നേരത്തെ പിണറായി ഓർമ്മിപ്പിച്ച കഥയ്ക്കപ്പുറം ആ വിഷയത്തിൽ ആർക്കും ഒന്നും പറയാനില്ല.